ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 25/7/2025. വൃത്തത്തിലെ ശൂന്യത എന്ന രചന ധ്യാന സാധകർക്കുള്ള മനനത്തിനായുള്ള രചനയാണ്. അതിൻ്റെ പ്രതിപാദ്യ വിഷയം നിരീക്ഷകനെ അറിയുക എന്നതാണ്. എന്നാൽ സദാ മനനം ചെയ്യുമ്പോഴും സാധകനിൽ ഒരു ചോദ്യം വരാം: ആരാണ് നിരീക്ഷകൻ എന്ന്? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം അറിയേണ്ടത് നിരീക്ഷകനെ അറിയുന്നവൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സത്തയാണ് നിരീക്ഷകനെ അറിയുന്നത്. അപ്പോൾ ആരാണ് നിരീക്ഷകൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സത്തയ്ക്ക് അറിയുവാനാകൂ. മനസ്സിന് നിരീക്ഷകനെ അറിയുവാനാവില്ല. ഒരു ഓഫീസിൽ ക്ലർക്കുമാരെ നോക്കുന്ന മേലുദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ആ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരെ പറ്റി എന്താണ് അറിഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി അറിയുവാൻ അയാളുടെയും മേലുദ്യോഗസ്ഥനല്ലേ സാധിക്കൂ? അപ്രകാരം തന്നെ ഇവിടെയും ചിന്തിക്കുക. ആരാണ് നിരീക്ഷകൻ എന്ന് അറിയാൻ മനസ്സ് ഉപയോഗിച്ച് വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ പറഞ്ഞാൽ നിരീക്ഷകൻ ആരാണെന്ന് അറിയേണ്ടയോ എന്ന് ചിന്തിക്കാം. പക്ഷേ നിരീക്ഷകനെ അറിയാൻ വെമ്പുന്നവൻ ആരാണ്? മനസ്സാണ്. നിരീക്ഷകൻ ശരിക്കും ആരാണ്? മനസ്സിനെ നിരീക്ഷിക്കുന്നവൻ. അങ്ങനെയെങ്കിൽ അതറിഞ്ഞാൽ മാത്രം പോരാ. മനസ്സിന് അത് കേട്ടാൽ തൃപ്തി വരില്ല. തൃപ്തിപ്പെടുത്താൻ മനസ്സിൽ നിന്നും നിരീക്ഷകനിലേക്ക് എത്തണം. അല്ലാതെ മനസ്സുപയോഗിച്ച് നിരീക്ഷകനെ അറിയാൻ എങ്ങനെ സാധിക്കും? പുഴയ്ക്ക് കടലിനെ അറിയാൻ കടലിൽ എത്തണം. അല്ലാതെ പുഴയായി നിന്നാൽ അറിയുവാൻ സാധിക്കുമോ? നിരീക്ഷകൻ ആര്? എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും മനസ്സ് ചോദിച്ചു കൊണ്ടിരിക്കും. അതിനെയും നിരീക്ഷകൻ നിരീക്ഷിക്കണം. അറിയുക. നിരീക്ഷകനെ നിരീക്ഷിക്കുന്നവനാണ് നിരീക്ഷകൻ. ചോദ്യവും ഉത്തരവും അടങ്ങിയോ? ഇങ്ങനെ മാത്രമേ നിരീക്ഷകനെ അറിയുവാൻ സാധിക്കൂ. അവിടെ മനസ്സിനെ കൊണ്ടുപോയി നിരീക്ഷണത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിക്കട്ടെ. മനസ്സ് നിരീക്ഷിക്കുന്നത് നിരീക്ഷകൻ നിരീക്ഷിക്കട്ടെ. നിരീക്ഷകൻ നിരീക്ഷകനെ നിരീക്ഷിക്കട്ടെ. സത്ത ഇതിനെല്ലാം സാക്ഷിയാവട്ടെ. നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിക്കട്ടെ. അതിനായി നാം അനുവദിക്കുക. അപ്പോൾ മനസ്സ് നിരീക്ഷിക്കുന്നതിനെയെല്ലാം നിരീക്ഷകൻ നിരീക്ഷിക്കും. അതിനും നാം അനുവദിക്കുക. അപ്പോഴല്ലേ നിരീക്ഷകനും നിരീക്ഷകനെ നിരീക്ഷിക്കുവാനാകൂ. അതിനും നാം അനുവദിക്കുക. നാം നമ്മളെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അനുവദിക്കുന്നു? വെറുതെ ചിന്തിച്ച് കാടു കയറണ്ട. മനസ്സിന് ഇവിടെ ഒന്നും ചെയ്യുവാനില്ല. ഈ നിമിഷത്തിൽ നിലനിൽക്കൂ. ഇവയെല്ലാം സ്വാഭാവികമായും നടന്നിരിക്കും. നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് നിങ്ങളുടെ പ്രയത്നത്താലാണോ? മനസ്സ് ശ്രമിച്ചിട്ടാണോ നിങ്ങൾ ശ്വസിക്കുന്നത്? മനസ്സ് ശ്രമിച്ചിട്ടാണോ അതോ നിങ്ങളുടെ പ്രയത്നത്താലാണോ?
ബോധപ്രാപ്തനാകുന്നത് മനസ്സ് ശ്രമിച്ചിട്ടാണോ? നിങ്ങളുടെ പ്രയത്നത്താലാണോ? ഈ നിമിഷത്തിൽ നിൽക്കുവാൻ പോലും ഈ നിമിഷത്തെ ഞാൻ ആശ്രയിക്കണം. ഈ നിമിഷത്തെ സൃഷ്ടിച്ച സത്തയെ ഞാൻ ആശ്രയിക്കണം. ഇവിടെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ് അർത്ഥം. നിരീക്ഷകനെ അറിയുന്നവൻ നിരീക്ഷകൻ മാത്രം. ഹരി ഓം. ഇന്ന് 25-ാം തീയതി ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജിയുടെ ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം കുറച്ചുകൂടെ വെളിച്ചം നിരീക്ഷകനെ കുറിച്ച് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, വീശുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗുരുജി പറയുന്നുണ്ട്, ഈ വൃത്തത്തിലെ ശൂന്യതയിൽ ഉള്ള രചനകൾ ധ്യാനാത്മക സാധകർക്ക് വേണ്ടി മനനത്തിന് വേണ്ടിയുള്ളതാണ്. ഇവയിൽ പ്രതിപാദ്യ വിഷയം മുഖ്യമായിട്ട് നിരീക്ഷകനെ അറിയുക എന്നതാണ്. പിന്നെ ഈ മനനം ചെയ്യുമ്പോഴൊക്കെ നമുക്കൊക്കെ അറിയാം, പണ്ട് തൊട്ടേ നമ്മൾ ഗുരുവിൻ്റെ മെസ്സേജസ് എല്ലാം വായിച്ചിട്ട് നമ്മൾ സാധന ചെയ്യുമ്പം നമ്മുടെ മനസ്സിനെ അഴിച്ചു പണിത് ധ്യാനാത്മ മനസ്സാക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുമായിരുന്നു. നിരീക്ഷിക്കാൻ അന്ന് തൊട്ടേ തുടങ്ങിയതാണ് ഗുരു ഉപദേശം. പക്ഷെ അന്ന് നമുക്കറിയില്ലായിരുന്നു ആര് നമ്മുടെ ഉള്ളിൽ നിരീക്ഷണം ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് അങ്ങനെ ഓരോ ചിന്തകളും നിരീക്ഷിച്ച് കാരണം എന്താണെന്നൊക്കെ മനസ്സിലായി അത് മുന്നോട്ട് അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ആ സമയത്തൊക്കെ മനനം ചെയ്യുമ്പോൾ ഒരു ചോദ്യം, നിരീക്ഷകൻ ആര്? അത് നമ്മുടെ മൈൻഡാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചോദിക്കാൻ. അത് അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് നിരീക്ഷകന് ആര് എന്ന് അറിയണം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണം നമുക്ക്. പക്ഷെ അത് അറിയുന്നത് സത്തയാണ്. സത്തയാണ് നിരീക്ഷകനെ അറിയുന്നത്. അത് ഒരു പോയിന്ററാണ് ഗുരുജി അപ്പം നമുക്കത് അനുഭവമായിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുജി ആ പോയിന്റ് റൈറ്റ് തരുന്നത്. സത്തയാണ് നിരീക്ഷകനെ അറിയുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ആ ഉത്തരം സത്തയ്ക്ക് മാത്രമേ അറിയൂ, അല്ലാതെ മനസ്സിന് അറിയില്ല. അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സാദൃശ്യത്തിലോട് ആണ്. ഒരു ഓഫീസിൽ ഒരു ഒരു കുറേ ക്ലർക്കന്മാരുണ്ട്. അത് അവിടെ ഒരു ഓഫീസർ മേലുദ്യോഗസ്ഥൻ കാണും. അദ്ദേഹത്തിൻ്റെ അടിയിൽ കീഴുദ്യോഗസ്ഥനും കാണും. അപ്പോൾ അത് ഓഫീസറാണെങ്കിൽ ഇത് സൂപ്പർവൈസർ ആയിരിക്കും. പിന്നെ ക്ലർക്കന്മാരുമാണ്. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ അതിനോട് അനുബന്ധിച്ച് നമുക്ക് നമ്മുടെ നിരീക്ഷയുടെ കാര്യത്തിനെ പറയും. അപ്പോൾ ഒരു ഓഫീസിൽ ക്ലർക്കന്മാരെ നോക്കുന്ന മേൽ ഓഫീസർ മേൽ ഉദ്യോഗസ്ഥൻ കീഴ് ഉദ്യോഗസ്ഥനെ പറ്റി എന്താണ് അറിഞ്ഞിരിക്കുന്നത് എന്നതിനെ പറ്റി അറിയുവാൻ അയാളുടെയും മേൽ ഉദ്യോഗസ്ഥനല്ലേ സാധിക്കൂ. അതായത് ആ ഇപ്പം ആ കീഴുദ്യോഗസ്ഥനെ കുറിച്ച് ഉള്ള വിവരം കീഴുദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ആ മേലുദ്യോഗസ്ഥനെ അറിയുള്ളൂ. ക്ലർക്കന്മാരുടെ അടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓഫീസറിൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചത്. ആ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് തന്നെയാണ് ഒന്നിനെ കിട്ടുള്ളൂ അതിനെക്കുറിച്ചുള്ള അറിവ്. അതുപോലെയാണ് ആ മേലുദ്യോഗസ്ഥൻ്റെ പോലെയാണ് ആ സത്ത. ആ കീഴുദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ നിരീക്ഷകൻ. ക്ലർക്കന്മാരെന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ നിരീക്ഷകനെ കുറിച്ച് സത്തയോട് ചോദിച്ചാലേ അറിയുള്ളൂ.
മനസ്സിനോട് ചോദിച്ചാലും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിൽ പിന്നെ നമുക്ക് എന്താ ഇനി പിന്നെ ഉള്ളത്? നെക്സ്റ്റ് ഫോർ അസ് വാട്ട് എൽസ് ഇസ് ദെയർ? അപ്പോൾ മനസ്സുപയോഗിച്ച് നിരീക്ഷകനെ പിന്നെ അറിയാൻ ശ്രമിക്കാത്തതാണ് നല്ലത്. അതാണ് അതിൻ്റെ കാര്യം. നമ്മൾ ഇപ്പോഴും മനോതലത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷകനെ കുറിച്ച് ആ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അത് യൂസ്ലെസ് ഒരു ആക്ടിവിറ്റിയാണ്. കാരണം മനസ്സിന് ഒരിക്കലും അവിടെ എത്താൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് നിരീക്ഷകൻ്റെ. പക്ഷെ എന്നാലും ഈ മനസ്സ് എന്തോ ചെയ്യും, നമ്മളെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യും. അത് വെമ്പും ആരാണ് നിരീക്ഷകൻ എന്ന് അറിയാൻ. ആ മനസ്സിന് തൃപ്തിയില്ല. അതിന് മനസ്സിൽ നിന്നും നിരീക്ഷകന്റെ അടുത്ത് എത്താനും പറ്റില്ല. അപ്പോ അതിൻ്റെ ഒരു കമ്പാരിസൺ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഈ മനസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ജീവിതം ജീവിച്ചു പോകുന്നത് സാധാരണ രീതിയിൽ അല്ലാതെ തിരിച്ചറിഞ്ഞ് ബോധപ്രാപ്തി കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഒരു കമ്പാരിസൺ എടുക്കുന്നത്. അതായത് പുഴയ്ക്ക് കടലിനെ അറിയണമെങ്കിൽ അവിടെ എത്തണം. അല്ലാതെ പുഴയായി നിന്നാൽ അറിയുവാൻ പിന്നെ എന്താണ്, കടലിനെ അറിയില്ല. അതുപോലെയാണ് നമ്മളും മനോതലം വെച്ചുകൊണ്ടിങ്ങനെ വ്യവഹരിച്ച് മുന്നോട്ട് പോയാൽ ആ ഒരു തലത്തിൽ മാത്രം നിന്ന് പോകുവാണെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ ആ ഒരു തലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സർവ്വസാധാരണ ഭൗതിക ജീവിതം. പക്ഷെ നമ്മുടെ അസ്തിത്വം മനസ്സല്ല, അതായത് പേഴ്സണാലിറ്റി അല്ല നമ്മുടെ ഐഡന്റിറ്റി. അല്ലാതെ ആ ഒരു യാഥാർത്ഥ്യം, നിശ്ചലമായിട്ടുള്ള ഒരു സത്ത എന്നുള്ള ആ തലത്തിൽ അത് അറിയണമെങ്കിൽ അതുമായിട്ട് ലയിച്ചാലേ അറിയുള്ളൂ. അത് ലയിക്കാൻ നമ്മൾ മനസ്സും കൊണ്ട് വ്യാഖ്യാനിച്ച് അതിന് ആദ്യം എവിടെ എത്തണം? നിരീക്ഷകരുടെ അടുത്ത് എത്തണം. അതാണ് ഗുരുജി ഈ ടോക്സിലൊക്കെ പറയുന്നത്. സാധകര് ആദ്യം ആ ചവിട്ടുപടി ബിഫോർ ഗോയിങ് ടു ദ സത്ത ആ നിരീക്ഷകനെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ എത്തേണ്ടതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാലോടു മറ്റതിലോട്ട് പ്രവേശിക്കും. അതുകൊണ്ട് അവിടെ ആ സത്തയിൽ ചെന്ന് എത്തണമെങ്കിൽ ആ നിരീക്ഷകനെ അറിഞ്ഞിട്ട് അപ്പോഴേ ആ ബോധപ്രാപ്തന്റെ സഹായത്തോടും ഈ നിരീക്ഷകന്റെ സഹായത്തോടും അങ്ങോട്ട് ചെന്നെത്താൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം പറ്റില്ല. അവിടെ ലയിക്കണമെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. സത്തയും നിരീക്ഷകനും ഗുരുവും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റിയിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പാരഗ്രാഫിൽ നന്നായിട്ട് കുറിച്ച് അത് വ്യക്തമാക്കുന്നുണ്ട്. മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും നിരീക്ഷകൻ ആരാണെന്ന്. ആ ചോദ്യത്തിനെ വരെ ഈ നിരീക്ഷകൻ നിരീക്ഷിക്കണം. പിന്നെ ഇതാണ് പോയിന്റേഴ്സ്. അറിയുക, നിരീക്ഷകനെ നിരീക്ഷിക്കുന്നവനാണ് നിരീക്ഷകൻ. നമ്മൾ ഇതുവരെ നിരീക്ഷകൻ ആരാണെന്ന് ചോദിച്ചോണ്ടിരുന്ന ഈ മനസ്സ്, ആ നിരീക്ഷകനെ നിരീക്ഷിക്കുന്നവനാണ് നിരീക്ഷകൻ. അപ്പോ അതെന്തെന്ന് ഒരു ചോദ്യം വരുമ്പം നമ്മളെ സംബന്ധിച്ച് കേട്ടറിവ് അത് എന്താണ് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് സത്തയാണ്
അപ്പൊ ഗുരുജി തരുന്ന ഈ ഇൻഫർമേഷൻ, ഈ ഒരു അറിവ്, അത് ഒരു പോയിന്റാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണം. കാരണം ഇത് കേട്ടറിവാണെങ്കിലും നമുക്ക് അവിടെ ചെന്ന് എത്തണമെങ്കിൽ നിരീക്ഷകനെ കടക്കണം, മനസ്സിനെ ഓവർകം ചെയ്ത് വേണം നിരീക്ഷകന്റെ അടുത്തെത്താൻ. എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ചില കാര്യങ്ങൾ ഗുരു പറയുന്നത് പോലെ നമ്മൾ ചെയ്തു പോയാൽ മതി, ആ സ്ഥലത്ത് ചെന്ന് എത്താൻ പറ്റുന്നതാണ്. പക്ഷെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിരീക്ഷകനെ നിരീക്ഷിക്കുന്നവൻ ആണ് നിരീക്ഷകൻ. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പം പറയുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പം കുറച്ചുകൂടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പൊ ഇത് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഗുരുജി പറയുന്നത് മൈൻഡിന്റെ പിന്നാലെ പോകരുത്. മൈൻഡിന്റെ പിന്നാലെ പോയി അത് പറയുന്ന കാര്യം ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകരുത്. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധകർ ചെയ്യേണ്ട കാര്യം ഈ യുദ്ധത്തിലെ ശൂന്യതയിൽ ഇവിടെ വരെ പറഞ്ഞത് ഈ പിന്നെ എന്താണ് നമുക്ക് ആശയവും പിന്നെ ആശയം, പിന്നെ വേറെ പല പ്രശ്നങ്ങൾ നമുക്ക് വരുമല്ലോ. അതെല്ലാം മനസ്സിൽ കയറി വന്നാലും അതില് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ആ ധ്യാനം വഴി പോണം. അവിടെ ധ്യാനത്തിൽ പോകുമ്പം അവിടെ യോഗം പെർഫെക്റ്റ് ആകുന്നില്ല, ശരിയാണ്, അതിലോട്ട് കടന്നു പോകുവാണ്. യോഗ ഈസ് എ മെർജിങ് ഓഫ് ദ ജീവാത്മ പരമാത്മ. അതായിട്ടില്ല, അതിലോട്ട് നമ്മൾ പോകുകയാണ്. ധ്യാന ഇത് അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റേ നമ്മുടെ പിന്നെ പാതഞ്ജലി യോഗസൂത്രത്തില് ആദ്യത്തെ പിന്നെ അധ്യായത്തില് സമാധി എന്ന് പറയുന്ന ആ അധ്യായത്തില് പറയുന്നുണ്ട്, യോഗ ചിത്ത വൃത്തി നിരോധ. അതായത് ചിത്തം എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന മനസ്സാണ്. മനസ്സിന്റെ വൃത്തികൾ നിരോധിക്കുക. എങ്ങനെ നിരോധിക്കും എന്ന് പറയുന്നത് 5-ാമത്തെ സൂത്രത്തിലും പറയുന്നുണ്ട്, 4-ോ 5-ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട്. വൈരാഗ്യ അഭ്യാസേന, അതായത് വൈരാഗ്യ അഭ്യാസം വഴിയേ അത് സാധിച്ചെടുക്കുകയുള്ളൂ. അപ്പോ നമ്മൾ അതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു സാധകന് ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ആ ആക്റ്റീവ് പാസീവ് മെഡിറ്റേഷനും മറ്റേ എല്ലാ തരം മെഡിറ്റേഷനും, പല രീതിയിലുള്ള മ്യൂസിക് മെഡിറ്റേഷൻ, പിന്നെ ഓം മെഡിറ്റേഷൻ, ഇതിലെല്ലാം ഈ നിമിഷത്തിൽ നിൽക്കണം. ഈ നിമിഷത്തിൽ നിൽക്കുമ്പം, അതായത് അതിനകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കുമ്പം ആ മൈൻഡ് പ്രസന്റിൽ നിൽക്കുമ്പോൾ ആ പ്രസന്റിലെ സത്യം അറിയുക. അറിഞ്ഞിട്ട് അവിടെ ആ ടോട്ടലായിട്ട് അതിനകത്ത് മേർജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല, അവിടെ നമ്മുടെ മൈൻഡ് സൈലന്റ് ആകുകയാണ്, ധ്യാനാത്മക മനസ്സാകുകയാണ്. ആ ധ്യാനാത്മക മനസ്സ് നിരീക്ഷകനിൽ ചിലപ്പം ചെന്നെത്തും. ആ തരം വരെ നമ്മൾ എത്തുന്നതുകൊണ്ടാണ്, ആ തലത്തിൽ എത്തുന്നതുകൊണ്ടാണ് ടൈംലെസ് സോണിൽ എത്തുന്നതും ടൈം പോകുന്ന അറിയാത്തത്. ആ ഒരു അനുഭവം നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടല്ലോ. ആ അനുഭവം തന്നെ നമ്മൾ ക്യാരി ഹോം ചെയ്യണം. ഇനി ഗോ ഹോം ആൻഡ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഈ നിമിഷത്തിൽ ഏർപ്പെടാം. തീർച്ചയായിട്ടും അതിൽ പ്രോപ്പർലി ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ തന്നെയാണ് വേണ്ടതീനം കാണിച്ച് അടുത്ത പ്രോഗ്രാം, അടുത്തത് ഇത് പ്ലാൻ ചെയ്ത് കർമ്മങ്ങൾ കൂട്ടി നമ്മൾ അതിന്റെ പിന്നാലെ ഓടുന്നത്. അത് ഓപ്ഷൻ അതാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. അതല്ലെങ്കിൽ ഒരു ബോധപ്രാപ്തന്റെ അടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ ഈ ഭൗതിക ലോകത്തിലെ വ്യവഹാരങ്ങൾ തന്നെ അത് ഒരു കേഴ്സായിട്ട് എടുക്കാതെ അത് കുറച്ചുകൂടി ഒരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് അതിൽ ഓരോത്തിലും മുഴുകിയിരിക്കാൻ പറ്റുമോ, അതൊരു ചാലഞ്ചാണ്. അത് എടുക്കാൻ പറ്റുമെങ്കിൽ, ആ തലത്തിൽ അവിടെ നിൽക്കാമെങ്കിൽ ഫ്രഷായിട്ട് ഓരോ നിമിഷവും ഏർപ്പെടുക ഓരോ ടാസ്കിൽ. അതെന്ത് ഭംഗിയായിട്ട് അത് നടക്കുന്നത് മാത്രമല്ല, എത്ര ഫീസിബിലിറ്റീസ് ഉണ്ടാവും,
എത്ര സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് ആ മനോതലത്തിൽ ആ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കിയിട്ട് ആ വിവേക ബുദ്ധി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സാധകർക്ക് ഉള്ള ആ പ്രാക്ടീസാണ്. അപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഗുരുജിയോട് ഞാൻ ഇപ്പോൾ ഈ ടോക്കിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഗുരുജി എന്ത് ലക്കിയാണ് ഈ ഇൻസ്ട്രക്ഷൻ ഈ നിമിഷത്തിൽ നമുക്ക് അന്നേ കിട്ടിയായിരുന്നെങ്കിൽ എത്ര വർഷമായി, എത്ര പ്രയാസമായിരുന്നു. അപ്പോൾ ഗുരുജി പറഞ്ഞു, അന്നേ നമ്മൾ പറഞ്ഞതാണ് 10-20 വർഷം എടുക്കും ആ അന്ധകരണ ശുദ്ധി എടുക്കാനും ഈ തരത്തിൽ എത്താൻ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഗുരുജി ഇപ്പോഴെങ്കിലും ഇവർക്ക് ഈ പ്രാക്ടീസും ഇതൊക്കെ ഉള്ളത് എന്ത് സോ ബ്ലെസ്ഡ്, അവർക്ക് പെട്ടെന്ന് ഇതിലെത്താൻ പറ്റും. അപ്പോൾ ഗുരുജി വേറെ ഒരു പോയിന്റ് പറഞ്ഞു, അത് സത്യമാണ്. പിന്നെ പക്ഷേ 20 വർഷം വിഷമിച്ച് ഈ കാര്യങ്ങളൊന്നും അങ്ങ് പറയാത്തപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ നിരീക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആര് ചെയ്യുന്നു നോക്കാതെ ഒരു ഉന്നത തലത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലായി കാണുമായിരിക്കും. അത് ഉറയ്ക്കുകയും ചെയ്യും. ബാബുജി പറഞ്ഞ പോലെ അത് ഉറയ്ക്കുകയും ചെയ്യും. ശരിക്കും ഭയങ്കര വൈഷമ്യങ്ങളുണ്ടാവും നമുക്ക് തന്നെ ഇരിക്കുമ്പം. ഇതെങ്ങനെയാ, ശരിയാണോ ഇല്ലയോ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ വിയറിനെസ്, ടയേർഡാവും നമ്മൾ മെന്റലി, ചിലപ്പോൾ വളരെ ടയേർഡാവും. ആ ടയേർഡ്നെസ് എല്ലാം സഹിച്ച് വേദനിച്ച് നമ്മൾ വേദന അനുഭവിക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ആ ഡയമണ്ടിന്റെ കാർബൺ കരിക്കട്ട ഡയമണ്ട് ആവണമെങ്കിൽ പ്രഷർ വേണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ പ്രഷർ അടിച്ച് അങ്ങനെ ചെയ്താലേ ഉള്ളൂ ആ പിന്നെ ബാബുജി പറയുന്ന പോലെ ആ അറിവ് ഉറയ്ക്കുള്ളൂ, ആ അനുഭവം ഉറയ്ക്കുള്ളൂ. പിന്നെ അവിടെ നിലനിൽക്കും. നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല, അത് ഉറയ്ക്കും. അപ്പൊ ഇത്രയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ ഗുരുജി പറയുന്നത് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ പറഞ്ഞ ഈ പ്രാക്ടിക്കൽ പാർട്ട് നമ്മൾ ചെയ്യുകയും, നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിക്കാനും മനസ്സ് നിരീക്ഷിക്കുന്നതിനെയും നിരീക്ഷിക്കാനും നിരീക്ഷകനെ നിരീക്ഷിക്കാനും അനുവദിക്കുക. അനുവദിക്കുക, അതിനൊരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കണ്ട, വ്യാഖ്യാനം ഒന്നും കൊടുക്കണ്ട. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അതായത് മൈൻഡിനെ നിശ്ചലമാക്കുക, ഒട്ടലില്ലാതിരിക്കുക. വന്നോട്ടെ, ചിന്തകൾ എന്തെങ്കിലും വന്നോട്ടെ. കാരണം മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് പ്രകൃതി തന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് തന്നതായിരിക്കും. അതിനൊരു ഉദ്ദേശമുണ്ട്. ആദ്യമൊക്കെ അത് ഉപയോഗിച്ചാണ് ഭൗതിക ലോകത്തിൽ വ്യവഹരിച്ച് കിട്ടുന്ന ഈ സംഘർഷങ്ങളും പിന്നെ ആശയങ്ങളും എല്ലാം വന്ന് നമ്മളെ അങ്ങ് തകർക്കും. അപ്പൊ ഇതിന്റെ ഈ ആശയുടെയും കാര്യം നാളെ ഒരു ടോക്കുണ്ട്. അതങ്ങോട്ട് കൂടി വരുമ്പം നമ്മുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും? അത് നമ്മളെ പിന്നെ ഈ കാര്യത്തിൽ കൊണ്ടുപോകുന്ന പറയും അന്വേഷണം. അതിന്റെ പർപ്പസ് ആണ് ഈ മനസ്സ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രകൃതി നമുക്ക് തന്ന ഈ മനസ്സ് ഇസ് ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്റ്ററിങ് ഫ്രം ലൈഫ് ദാറ്റ് പുറത്ത് കാണുന്ന ഈ ഇന്ദ്രിയങ്ങൾ വഴിയും ബോഡിയിൽ നിന്നും ആ കോൺഷ്യസ്നെസ്സിൽ നിന്നും ആ പേഴ്സണാലിറ്റി ലെവലിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ നമുക്ക് ശാശ്വതമായ ഹാപ്പിനെസ് തരില്ല. അപ്പൊ അത് വിടേണ്ടതാണ്, വിട്ടിട്ട് അതിനപ്പുറം പോകണം. അപ്പൊ പ്രകൃതി അറിഞ്ഞ്, ലൈഫിനെ അറിഞ്ഞ്, അനുഭവം ഉണ്ടായിട്ട് അത് വിട്ടിട്ട് വേണം പിന്നെ അങ്ങോട്ട് സത്തയിലോട്ട് പോകാൻ. അത് പോണെങ്കിൽ റെഡി ആവണം, ആ ഒരു പേഴ്സണാലിറ്റി റെഡി ആവണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അന്വേഷണം അപ്പോഴേ തുടങ്ങുകയുള്ളൂ. അതിനാ പറയുന്നത് ആ പിന്നെ ഗൃഹസ്ഥാശ്രമം വണ്ടർഫുള്ളാണ്. കാരണം നമുക്ക് പല എക്സ്പീരിയൻസസ് വരുമ്പം അതിൽ നിന്ന് നമുക്ക് ആ പക്വത വന്നിട്ട് പിന്നെന്താണ് അടുത്ത സ്റ്റേജ് വാനപ്രസ്ഥത്തിലോട്ട് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് അങ്ങ് പോകാൻ പറ്റും. വിത്തൗട്ട് മച്ച് എഫേർട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. കാരണം ഇത്രയും വർഷം ഗുരുവിൻ്റെ കൂടെ നിന്നപ്പം ഇത്രയും മാത്രം പഠിച്ചില്ല. ഇപ്പം തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഇറ്റ് വോണ്ട് ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നിരീക്ഷകൻ മനസ്സ് നിരീക്ഷിക്കുന്നത് എല്ലാം നിരീക്ഷിക്കും.
നിരീക്ഷകനെയും നിരീക്ഷിക്കും. അപ്പൊ മനസ്സിലുള്ളതും ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ ആ നിരീക്ഷകനെ കൂടെ നിരീക്ഷിക്കും. അപ്പൊ ഈ നിരീക്ഷകൻ, ഇപ്പൊ പറയുന്ന നിരീക്ഷകൻ സത്തയാണ്. ആ സത്തയാണ് എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഒരു നിരീക്ഷകൻ, അതായത് വിവേക ബുദ്ധിന്ന് ഉണ്ടായ നിരീക്ഷകൻ. ആ നിരീക്ഷകൻ എന്ന് പറയുന്ന ഇവിടെ ഈ സത്ത ആ മനസ്സിന്റെ നിരീക്ഷണവും പിന്നെ മനസ്സിനെയും നിരീക്ഷകനെയും എല്ലാം നിരീക്ഷിക്കും. അപ്പോ അത് അനുവദിക്കണം, അത്രയും മാത്രം അനുവദിക്കുക. സ്വാഭാവികമായിട്ട് അത് പോണം. അല്ലാതെ മൈൻഡ് നമ്മൾ പിന്നെ ഹയർ ലെവലിൽ കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിക്കാൻ പോകരുത്. അതായത് ആ പോക്ക് പിന്നെ അങ്ങോട്ടുള്ളത് അത് പ്രയത്നരാഹിത്യമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗുരു ബോധപ്രാപ്തന്റെയും സഹായം വേണം. അപ്പോ ബോധപ്രാപ്തൻ ആകുന്നതും നമ്മുടെ പ്രയത്നത്തിനോട് പിന്നെ നമ്മുടെ പ്രയത്നത്തോടെ എതുവരെ പോകാൻ പറ്റും, ആ നിരീക്ഷകൻ ലെവൽ വരെ മാത്രം പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ആ സത്യയായ നിരീക്ഷകൻ, അതായത് ആദ്യത്തെ നിരീക്ഷകൻ വെറും പെർസീവർ എന്ന് പറയാം. മറ്റേത് സത്യമായിട്ടുള്ളത് അൾട്ടിമേറ്റ് പെർസീവർ എന്ന് ചിന്തിക്കാം. അപ്പോ അൾട്ടിമേറ്റ് പെർസീവറിന്റെ ലെവലിലോട്ട് നമ്മൾ ചെന്നെത്തണമെങ്കിൽ, സത്യമായിട്ട് ചെന്നെത്തണമെങ്കിൽ ആദ്യം ആ പെർസീവർ, അതായത് നിരീക്ഷകൻ ഫ്രം വിവേക ബുദ്ധി കിട്ടുന്നത് അവിടെ ചെന്ന് എത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ട് അത് മുന്നോട്ട് പൊക്കോളും. ഈ നിമിഷത്തിൽ സൃഷ്ടിച്ച സത്തയെ ആശ്രയിക്കണം. പിന്നെ അതായത് ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചറിയണമെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര സൈലന്റ് ആവണം മൈൻഡ്. വിവേക ബുദ്ധി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് നിൽക്കണം, നിരീക്ഷകനായിട്ട് നിൽക്കണം. അത് പ്രസന്റിൽ നിൽക്കണം. ഈ നിമിഷത്തിൽ കുറെ കാലം നിൽക്കണം. പിന്നെ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും, ഇപ്പോഴാണ് നമുക്കറിയില്ല. ഗുരുജിയുടെ ഹെൽപ്പ് കൂടെ വേണം. അപ്പൊ ലാസ്റ്റിൽ പറയുന്ന നിരീക്ഷകനെ അറിയുന്നവൻ നിരീക്ഷകൻ മാത്രം. ആ നിരീക്ഷകനാണ് സത്ത. സത്തയ്ക്ക് മാത്രം ആ നിരീക്ഷകനെ അറിയുള്ളൂ. അപ്പൊ നമുക്കത് അറിയണമെങ്കിൽ, സ്വാഭാവികമായിട്ട് ആ തലത്തിൽ എത്തണമെങ്കിൽ ആദ്യം ഈ നിരീക്ഷകൻ എന്ന് പറയുന്നതിന് ആദ്യം, അതായത് ആ കുറച്ച് സത്തയോട് ചേർന്നിരിക്കുന്ന ആ നിരീക്ഷതലം വരെ ചെല്ലാം. ബാക്കിയുള്ളത് നമ്മുടെ ബോധപ്രാപ്തനായ ഗുരുവും പിന്നെ ആ സത്തയുടെ ഹെൽപ്പോടെ നമുക്ക് അങ്ങോട്ട് ചെന്നെത്താൻ പറ്റുള്ളൂ. അതെല്ലാ സാധകർക്കും പറ്റട്ടെ എന്ന്, അതായത് ആ സിൻസിയറായിട്ട് അവർ ചെയ്യേണ്ട കാര്യം അവരുടെ മനസ്സിനെ അഴിച്ചു പണിയാന്നുള്ളത്, ആ കാര്യത്തിൽ അവര് സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വാക്കുകൾ നിർത്തുന്നു. പറഞ്ഞതെല്ലാം ഗുരുജിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. നിരീക്ഷകൻ എന്നത് നമ്മൾ സ്ഥിരം ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു വിഷയമാണ്. ഒരു വിഷയം നമ്മൾ സ്ഥിരം ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതിൻ്റെ കാരണം അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്, അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സ്വന്തമാക്കാൻ എന്ന് പറയുന്നില്ല, അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിരീക്ഷകൻ്റെ പ്രാധാന്യം അത്രയും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ. അപ്പം നിരീക്ഷകനെ അറിയാൻ മനസ്സുകൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുന്നുമുണ്ട്. അതേത് നിരീക്ഷകനാണ്? അത് മനസ്സിനോടടുത്ത് നിൽക്കുന്ന നിരീക്ഷകനാണ്. അതുകൊണ്ടാണ് മനസ്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ നിരീക്ഷകൻ എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ നിരീക്ഷകൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മനസ്സിന് എത്തിപ്പെടാൻ സാധിക്കാത്തൊരിടത്താണ്. അതിനും അപ്പുറമാണ്, മനസ്സിനപ്പുറം നിലനിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നിരീക്ഷകൻ. ആ നിരീക്ഷകനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പിടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിനപ്പുറം സഞ്ചരിക്കണമെങ്കിൽ ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ട് ഇപ്പോഴത്തെ മനസ്സിനെ നിരീക്ഷിച്ച് ഉയർത്തി മനസ്സിനപ്പുറം സഞ്ചരിക്കാൻ സാധിക്കണം. അങ്ങനെ ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ മനസ്സിൻ്റെ പിടിയുണ്ടല്ലോ, ആ പിടിയിൽ നിന്നും കുറച്ച് സമയത്തേക്കെങ്കിലും വഴുതി മാറാൻ വേണ്ടി നമുക്ക് സാധിക്കും. മനസ്സ് പിടിക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് അതിൻ്റെ പിടിയിൽ നിന്നും വഴുതി മാറാനുള്ള വിവേകബുദ്ധി അവിടെ വർക്ക് ചെയ്യും ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ. അപ്പോൾ അത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ആ പൂർണ്ണമായിട്ടും ആ മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് എന്നാൽ ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനും സാധിക്കുന്നത്. അപ്പം മനസ്സ് ഭൗതിക മനസ്സിൽ നിന്നും ഒരു ധ്യാനാത്മക മനസ്സായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രാക്ടീസിലൂടെ. അതിലൂടെ എവിടെ എത്താം? സത്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷകനിലേക്ക് എത്താം. അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണല്ലോ, പഠനമാണ്. നമ്മളെ തന്നെ ഒരു റിസർച്ച് മൈൻഡോട് കൂടി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠനം എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. അപ്പം അവിടെ ഗുജി എപ്പോഴും പറയാറുള്ളത് ഈ എനർജി ഫ്ലോ എപ്പോഴും മുകളിൽ നിന്നും താഴേക്കാണെന്ന് പറയുമല്ലോ. അങ്ങനെ ഇതറിയാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ്സിൽ, ഒരു സ്കൂളിൽ പഠിക്കുന്ന നമ്മൾ തന്നെ പഠിക്കുമ്പോൾ, നമ്മൾ സ്കൂളിൽ പഠിച്ച് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് സയൻസ് എന്ന് പറയുന്നൊരു വിഷയം, നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് എന്ന് പറയുന്നൊരു വിഷയമുണ്ടല്ലോ, അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇതെല്ലാം ചേർന്ന് വരും. എന്നാൽ നമുക്ക് സയൻസ് എന്ന് പറയുന്നൊരു വിഷയം ഒന്നിച്ചാണ് അത് തന്നിരിക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പടിപടിയായിട്ടാണ് പഠിച്ച് മുന്നോട്ട് കയറി വരുന്നത്. ഇപ്പോൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒരു അറിവുണ്ടല്ലോ, അവൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൻ പഠിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു +2 പഠിക്കുന്ന വ്യക്തിക്കാണെങ്കിലോ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. എന്തുകൊണ്ട്? ഇപ്പം സാധാരണ നമ്മൾ നന്ദൻജിയൊക്കെ പഠിക്കുമ്പം തന്നെ ഈ ട്യൂഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, ചെറിയ അദ്ദേഹത്തെക്കാളും കുറച്ച് ചെറിയ ആൾക്കാർക്ക്. അപ്പം അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? നമ്മൾ കടന്നു വന്ന വഴിയാണല്ലോ. കടന്നു വന്ന വഴിയെ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ന കാര്യങ്ങളാണ് ചെയ്തു വരേണ്ടതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരാൾക്ക് മാത്രമേ താഴേന്ന് കയറി വരുന്ന ആളെ ഗൈഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതാണ് ആ ഓഫീസിലെ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. മേലുദ്യോഗസ്ഥന് മാത്രമേ തൊട്ട് താഴെയുള്ള ആൾ ഏത് ലെവലിലെത്തി എന്നുള്ളത് അറിയാനും സാധിക്കുകയുള്ളൂ. അപ്പം പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും അറിയുന്ന ആർക്കാണ്? ആ സത്യമായിട്ട് നിൽക്കുന്ന ആ ബോധപ്രാപ്തിന് മാത്രമാണ് അത് അറിയാൻ സാധിക്കുന്നത്. ആ ഗൈഡൻസിലൂടെയാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആ യാത്ര മുന്നോട്ട് പോയിയാണ് നമ്മൾ ആ നിരീക്ഷകൻ എന്ന് പറയുന്ന മനസ്സിനപ്പുറം നിൽക്കുന്ന ആ നിരീക്ഷകനിലേക്ക് എത്തുന്നതും. അപ്പം നമ്മൾ എന്തൊക്കെ നിരീക്ഷണത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചാലും മനസ്സെന്ത് ചെയ്യും? വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആരാണ് നിരീക്ഷകൻ? എങ്ങനെ നിരീക്ഷകനിലേക്ക് എത്താം? കാരണം മനസ്സിൻ്റെ പിടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിരീക്ഷകനെ നോക്കുന്നത്. അവിടെ മനസ്സിൻ്റെ പിടിയിൽ നിന്നും വിടുതൽ, ആ ഒരു പിടിവിടലാണ് വേണ്ടത്. അവിടെ ആ സമർപ്പണം മാത്രമേ സാധിക്കുകയുള്ളൂ പിടിവിടാൻ വേണ്ടിയിട്ട്. എന്നാൽ മനസ്സ് ചോദ്യങ്ങൾ ചോദിച്ച് എന്ത് ചെയ്യും? നിരീക്ഷകനിലേക്ക് എത്തുന്നതിനുള്ള ആ മാർഗത്തെ തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പം
ഈ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അതിൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണത്. അത് മാത്രമേ മനസ്സിന് അറിയുകയുള്ളൂ. സ്വാഭാവികതയിലൂടെ മാത്രമേ നിരീക്ഷകനിലെത്താൻ സാധിക്കൂ എന്നുള്ളത് മനസ്സിന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത് അപ്രാപ്യമാണ്. മനസ്സിനങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. മനസ്സുപയോഗിച്ചാൽ നിരീക്ഷകനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിനാണ് നിരീക്ഷകനെ ശക്തിപ്പെടുത്തണം എന്ന് വീണ്ടും 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 ഗുരുജി എപ്പോഴും പറയുന്നത്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ മനസ്സിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. വ്യാഖ്യാനങ്ങളില്ലാതെ എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സദാ നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സിനെ നിരീക്ഷിക്കുന്നവനെ അറിയാൻ സാധിക്കും. മനസ്സിനെ നിരീക്ഷിക്കുന്നവനെ ഈ തിരിച്ചറിവിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ നിരീക്ഷണം സംഭവിക്കുന്നത് ആരിലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ജേണിയാണ്. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് ഇതിനെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. നമ്മൾ പറയില്ലേ, ഈ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു, സ്വപ്നം ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങിയ ഒരാളുണ്ടെന്ന് പറയുന്നല്ലോ. ആ നിരീക്ഷകൻ, എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീക്ഷകൻ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ. അതാരാണ്? അതാണ് ഞാൻ. അതാണ് എന്നിലെ നിരീക്ഷകൻ. അത് സത്ത തന്നെയാണ്. അത് തന്നെയാണ് ആ ബോധപ്രാപ്തൻ. അതിലേക്ക് പോവുക, ആ ഒരു ജേണിയാണ് ഒരു സാധകൻ്റേത്. അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സാധകൻ്റെ കടമയും. ചെയ്ത് ആ ബോധപ്രാപ്തനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ഹരി ഓം ഹരി ഓം ഹരി ഓം. ശരൺജി യാത്രയിലാണോ? നിരീക്ഷകൻ നമ്മൾ ഈ വിഷയത്തെ വീണ്ടും ചർച്ച ചെയ്യും. ആ നിരീക്ഷകനെ കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ മനനം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ അനിവാര്യത ഉണ്ടായിരുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കും. ഇപ്പം നമ്മൾ പല സാധ്യതകളും യാത്ര ചെയ്യും. നമുക്ക് ഇത്രയും വിധത്തിൽ നിരീക്ഷകൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോഴാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കാൻ തന്നെ നമുക്കൊരു പ്രാപ്തി ഉണ്ട് എന്ന് പറയുവാൻ തന്നെ കഴിയും. കാരണം ആ വിഷയത്തിന് അത്രയും മാത്രം ഗഹനമാണ്. എന്തുകൊണ്ടാണ് നിരീക്ഷകൻ ഇത്രയും ഗഹനമായ വിഷയമായ ഒരു ഭാഗ്യം പറയുകയാണ്. നിരീക്ഷകനെ ആരാണ് എന്ന് അറിയാൻ ഒരേ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ വസ്തുതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് സത്തയ്ക്ക് മാത്രം.
മനസ്സിന്റെ വ്യാപാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് ആ മനസ്സുകൊണ്ട് എങ്ങനെ നമുക്ക് നിരീക്ഷകനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും? അപ്പോൾ നമുക്ക് നിരീക്ഷകനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഈ ചോദ്യങ്ങള് നമ്മളിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മള് ഇന്നത്തെ ഡിസ്കഷൻ നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയും. ഗുരുജി അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ വിവേക ബുദ്ധി എന്ന് പറയുന്നത് ആ നിരീക്ഷകന്റെ തുടക്കമാണ്. വിവേക ബുദ്ധി എവിടെ നിലനിൽക്കുന്നു? എവിടെയാണോ മനസ്സ് നിലനിൽക്കുന്നത്, മനസ്സ് ചലിക്കുന്നത്, ആ ചലിക്കുന്ന മനസ്സിനെ നമ്മൾ കീറി മുറിച്ച് പഠിക്കുമ്പോഴാണ് അവിടെ വിവേക ബുദ്ധിയുടെ കർമ്മം. അത് നിരീക്ഷകന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ. കാരണം അവിടെ വിവേചിച്ച് അറിയുന്ന ഞാനുണ്ട്. ആ ഞാൻ മനസ്സിനാൽ കളങ്കപ്പെട്ട് ആ ആശയങ്ങൾ പലതും നിറഞ്ഞ് അഹത്താൽ സ്ഫുരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും. അതുകൊണ്ടാണ് ഗുരു അതിലെടുത്ത് പറയുന്നത്, വിവേക ബുദ്ധിക്ക് പലപ്പോഴും മനസ്സിനോടൊത്ത് യാത്ര ചെയ്യുവാൻ കഴിയുകയും, മനസ്സ് ഷാർപ്പാണ്, അത് ഈ നിമിഷം നിൽക്കും. ഈ നിമിഷം നിന്ന് പല പല വ്യാഖ്യാനങ്ങൾ നൽകുക. ആ വേഗത്തിനോടൊപ്പം പലപ്പോഴും വിവേകം അവിടെയാണ് പലപ്പോഴും നമുക്ക് പല തത്വങ്ങളും ആശയങ്ങളും നമുക്ക് അറിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിന്റെ മുമ്പിൽ തോൽവി പറഞ്ഞു. അപ്പോൾ അവിടെയാണ് നിരീക്ഷകൻ എന്ന് പറയുന്നത്. നിന്നിൽ തന്നെ ഉള്ള ഒരു ഹയർ കോൺഷ്യസ്നസ് അത് ജനിക്കണം. അപ്പോൾ അതിനെ നമുക്ക് ജനിപ്പിക്കുവാൻ കഴിയുമോ? അതിനെ എങ്ങനെ ജനിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഗുരുജി പറയുന്നത്. കാരണം ഇത് ഓർത്തെടുത്ത് നമ്മൾ വായിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ ഗുരുജിനെ ആ നിത്യമായിട്ടുള്ള ആ സാധന നമ്മൾ അഭ്യസിക്കുകയും ഇതേ കണക്കുള്ള ബോധപ്രാപ്തന്മാരുടെ ഈ സത്യത്തെ കുറിച്ചുള്ള എഴുത്തുകളെ മനനം ചെയ്യുകയും ഇതിനെ നിത്യജീവിതത്തിൽ, കാരണം നിത്യജീവിതത്തിൽ എന്ന് നമുക്ക് പറയാൻ കാരണം ആ നിരീക്ഷകൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ വിവേകബുദ്ധിയുടെ അത് നിലനിൽക്കുന്നത് ആ മനസ്സ് നിലനിൽക്കുമ്പോൾ തന്നെയാണ്, മനസ്സിനോടൊപ്പം തന്നെയാണ് അത് നിലനിൽക്കേണ്ടത്. അവിടെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാം. അപ്പം ആദ്യം നിരീക്ഷിക്കുന്നത് ആരാണ്? ആ ലോക തലത്തിലുള്ള മനസ്സിന്റെ
ലോവർ ലെവലായ വിവേക ബുദ്ധിയുടെ പ്രവർത്തനം അവിടെ ഒരു നിരീക്ഷകനുണ്ട്. ഈ നിരീക്ഷകൻ വീണ്ടും നാം നിരീക്ഷിക്കുക. അതായത് മനസ്സിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷകനെ നമ്മൾ വീണ്ടും നിരീക്ഷിക്കും. അതാണ് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വിവേക ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ നമ്മൾ അവിടെ ഫെയിലിയർ ആയി. അപ്പോൾ നമ്മൾ അതിനെ എന്തുകൊണ്ട്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, അവിടെ പിന്നെയും അപ്പം അതിനെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ പിന്നെയും വരും. പക്ഷെ ആ നിരീക്ഷകനിലും എന്തുണ്ട്, അവനും ആരോപണങ്ങളുണ്ട്. അവിടെയും അഹത്തിന്റെ സ്ഫുരണങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ ഇത് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഒരു സാധകനിൽ പ്രയത്നരാഹിത്യം ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ സ്വയമേവ അവനില് ഒരു നിരീക്ഷകൻ ഉടലുണ്ട്. ആ നിരീക്ഷകൻ നിലനിൽക്കുന്നത് മനസ്സ്, അതായത് നമുക്ക് കോൺഷ്യസ് ആയിരിക്കുന്ന സ്റ്റേറ്റും കോൺഷ്യസ് സ്റ്റേറ്റും സബ് കോൺഷ്യസ് സ്റ്റേറ്റും അത് ഒരുപോലെ വന്നു. അത് ആ സത്യ അന്വേഷിക്കും തിരിച്ചറിയാം. അപ്പോഴാണ് ആ ഡീപ് സ്ലീപ് സ്റ്റേറ്റിൽ പോയി അവന് അതിരീക്ഷകൻ ഉണർന്നിരിക്കും. എന്നാൽ സിമ്പിളായിട്ട് പറഞ്ഞു, പലപ്പോഴും പറയുന്നത് ഈ സന്യാസിമാരോട് എന്താ അവര് ഉറക്കം എന്ന് നമ്മൾ പറയുന്നത് ആക്ച്വലി അവർക്ക് വളരെ കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. കാരണം സദാസമയം അവരും ആക്റ്റീവ് സ്റ്റേറ്റിലായി. കാരണം അവിടെ മനസ്സ് അവരുടെ പ്രവർത്തനം അവരിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും അവനിരിക്കുന്ന ആ കാംനെസ്സിന്, അപ്പം അവിടെ ഒരു സ്ലീപ്പ് വേണ്ട. അവൻ എപ്പോഴും ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലായിരിക്കും അവനിരിക്കുന്നത്. അവനില് അപ്പോൾ നിറഞ്ഞിരിക്കുന്നത് ആ പറയും ആ ഹയർ സ്റ്റേറ്റ് ഓഫ് വിറ്റ്നസ് അവനിൽ വരിക. എന്നാൽ ബോധപ്രാപ്തന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിനപ്പുറം. ഗുരു അതാണ് പറയുന്നത്, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സംഭവിക്കുന്നത്. അതേ കണക്ക് തന്നെ നിന്നില് ആ നിരീക്ഷകൻ ഉണരും. അത് സംഭവിക്കും. അതിനെ നിനക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സത്തയുടെ യഥാർത്ഥ നിരീക്ഷകൻ. അതിലേക്കാണ് ഒരു വിരൽ ചൂണ്ടി എത്രമാത്രം യാത്ര നമുക്ക് ചെയ്യേണ്ടത്.
എത്രമാത്രം അൺഫൈൻഡിങ് നമുക്ക് ചെയ്യേണ്ടത്, എത്രമാത്രം സ്വയം നിരീക്ഷണം നമുക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് ജാഗ്രതയോടെ പഠിച്ച് മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് നമുക്ക് ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുജി, ഇന്ന് ആ മനനത്തിന്റെ പ്രാധാന്യം, അതിലെ ശൂന്യത എന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ചു പോകാനുള്ളതല്ല. ഒരു സാധകനെ സംബന്ധിച്ച് മനനത്തിന്റെ പാതയിലൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. നമുക്കൊന്നുകൂടെ നമ്മുടെ ആ ഒരു സത്യത്തെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതെന്നല്ല, ഏതും ഗുരുവാക്യങ്ങളെല്ലാം മനനത്തിന് വിധേയമാകേണ്ടതാണ്. കാരണം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരുവാക്യങ്ങൾ സത്യം തന്നെയാണ്. അത് അന്നുള്ള സത്യം തന്നെയാണ് ഗുരുവാക്യങ്ങൾ. അതിന് ആ ആർജവത്തോടെ കണ്ട് എല്ലാ സാധകർക്കും മുൻപോകാൻ സാധിക്കും. ഇന്ന് ഗുരുജി നിരീക്ഷനെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് സംസാരിക്കും. നിരീക്ഷനെ ആര് നിയോഗിച്ചു? അപ്പോൾ ആരാണ് നിരീക്ഷകനെ നമ്മളിലൂടെ വളർത്തുന്നത്? അല്ലെ ആ നിരീക്ഷകൻ എങ്ങനെ ഉണ്ടായി? അതിനെപ്പറ്റി പല പല സംശയങ്ങളും ജനിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ നിരീക്ഷകനെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റുകയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വൃത്തത്തിലെ ശൂന്യത ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഒരു ബോധപ്രാപ്തനായ ഗുരു ആണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആരാണ് എനിക്ക് പറഞ്ഞു തന്നത്? കാരണം മനസ്സോ ബുദ്ധി ചിത്തം അഹം ഇതിനൊന്നും കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ രൂപപ്പെട്ടു വന്നത് നിരീക്ഷകനേക്കാളും മുമ്പ് സത്ത തന്നെയാണ് ബോധപ്രാപ്തിനെ അറിയാൻ സഹായിക്കുന്നത്. അതിനുശേഷം ആ നിരീക്ഷകൻ സത്തയുടെ ചവിട്ടുപടിയായി നിൽക്കുന്ന നിരീക്ഷകനാണ് നമ്മൾക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും, പിന്നെ നിരീക്ഷകനിലേക്കായി ചിന്തകൾ മൊത്തം അങ്ങനെ പോയി. എൻ്റെ മനസ്സ് പലപ്പോഴും ആ നിരീക്ഷകനെ പറ്റി പറയുമ്പോൾ ഉണ്ടാവുന്നൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതം നയിച്ചിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ആത്മീയമായ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും അല്ലെ ആത്മ ഉപദേശങ്ങളൊക്കെ ശ്രവിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ബോധപ്രാപ്തനായ ഗുരുവാണ് നമ്മളെ ആ ആന്തരികയാത്രയെ പറ്റിയുള്ള പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അത് കൂടുതൽ താല്പര്യം ജനിച്ച് അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉപദേശങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് അങ്ങനെ വന്നെത്തുന്നവരാണ് സാധകർ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ പ്രബലമായിട്ട് നമ്മളിൽ നിലകൊള്ളുന്ന നിരീക്ഷകൻ ആ ഗുരുബോധ ബിന്ദുക്കൾ തന്നെയല്ലേ? എന്നോട് തന്നെ ഇത് എറേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരികയാണ്. നീ എന്തുകൊണ്ട് ഗുരുവിനെ നിർദ്ദേശിക്കുന്നത്? ഗുരുവാണത്, ഗുരുബോധമാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് സൈലൻ്റായിട്ട് കാണിച്ചു തരുന്ന ഗുരു തന്നെയാണ്. നമ്മളുടെ കാര്യഗുരു കാരണഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സൂക്ഷ്മാവസ്ഥയിൽ ഗുരു തന്നെയാണ് നിരീക്ഷനായി നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിറയുന്നത് അല്ലെ മാറുന്നതെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഗുരു തന്നെ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രാമാണികതയില്ലാത്ത വിഷയങ്ങളൊന്നും മനസ്സ് എന്ത് ചെയ്യില്ല, കെട്ടിപ്പൂട്ടി വയ്ക്കില്ല. മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സിലാണ് സംശയം ജനിക്കുന്നത്, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. അതേപോലെ മനസ്സ് ശരീരമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് വിചാരങ്ങളൊക്കെ കൂടി നിൽക്കുന്നത്. ഇനി മനസ്സ് ബുദ്ധിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് കീറുമുറിക്കൽ പ്രോസസ്സ് ഓരോന്നിനെയും വിവേചിച്ചറിയാനുള്ള ആ ഒരു പ്രോസസ്സ് നടത്തുന്നത്. ഇനി അഹവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് താരതമ്യ പഠനവും ആ ഒരു അഹത്താൽ മനസ്സ് ജ്വലിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്നത്.
വരുന്നതും ഒക്കെ. അപ്പം മനസ്സിന് ഇവയെല്ലാം സ്പർശിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് നിരീക്ഷകൻ ഉണരുകയുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ മനസ്സിന്റെ സ്വാധീനത്താൽ മനസ്സ് മറയ്ക്കപ്പെടുന്ന അവസ്ഥ നിരീക്ഷകനുണ്ടെങ്കിൽ ആ നിരീക്ഷകൻ ഉണരുകയില്ല എന്നും പറയുന്നുണ്ട്. അപ്പം പ്രബലമായി നിൽക്കുന്ന ഈ മനസ്സിന് പ്രാമാണികതയുടെ പിൻബലം ഇല്ലാതെ ഒന്നും. കാരണം എന്തുകൊണ്ടാണ് പ്രാമാണികതയുടെ പിൻബലം ഇല്ലാതെ വരുന്നത് എന്നും പറഞ്ഞാൽ ശക്തമായ ചിന്തകൾ ഉടലെടുത്തു വരും. ആ ശക്തമായ ചിന്തകളിൽ നിന്ന് ആ ധാരണകൾ സൃഷ്ടിക്കപ്പെടും. ധാരണകളിൽ നിന്ന് ആശയങ്ങളിലേക്ക് വഴുതിപ്പോയി അവൻ ചിലപ്പോൾ ആ ആശയങ്ങളെ രൂഢമൂലമായി ജീവിക്കുന്ന അവസ്ഥ ചിലപ്പോൾ സംജാതമായി വരും. അപ്പോൾ ആ ധാരണകളെ അല്ലെങ്കിൽ ആ ആശയങ്ങളെ പൊട്ടിച്ച് എറിയാൻ കഴിയുന്നത് ഗുരുവിന് മാത്രം. കാരണം അവൻ ഇന്ന് വരെ ജീവിച്ചു വന്ന അതിലാണ് ആ ജീവിതത്തിൽ ആ സ്വാധീനം അവിടെ മനസ്സിലാക്കി തരുന്നത്. എപ്പോഴാണോ പുഴയ്ക്ക് കടലിൽ ചെന്ന് ചേരുമ്പോൾ മാത്രമാണ് കടലിനെ അറിയാൻ സാധിക്കുന്നത് പോലെ നമ്മളുടെ ആ പുഴയായി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനൊരിക്കലും കടലിനെ അറിയാൻ സാധിക്കും. എന്നാൽ പുഴയുടെ ഗുണം ഒന്നും തന്നെ കടലിനില്ല, കടലിൻ്റെ ഗുണം തന്നെ ഒന്നും പുഴയ്ക്കുമില്ല. അപ്പോൾ ഇത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ഗുണം മാത്രമേ ഉള്ളൂ. ആ ഗുണം കടലിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ ആ സത്തയിലേക്ക് വന്ന് ചേരുമ്പോൾ പിന്നെ ആ സത്ത മാത്രമേ ഉള്ളൂ, നിലകൊള്ളുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ നിത്യമുള്ള ആ ജീവിതം സ്വാഭാവികതയിലും ആ പ്രസൻറ്റിലും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സാധകം ചെയ്യേണ്ടതുണ്ട്. ഹൃദയം ഇടിക്കുന്നത് അല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ വില്ല് കൊണ്ടല്ല. കാരണം നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ വില്ല് കൊണ്ടല്ല. ഞാൻ എപ്പോൾ ഉറങ്ങി എപ്പോൾ ഉണർന്നു എന്നുള്ളത് നമ്മളുടെ അത് ആൾട്ടർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് സ്വാഭാവികതയിൽ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ സ്വാഭാവികത വളർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രസൻറ്റിൽ നിൽക്കണം. നമ്മൾ ആ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് മനസ്സിൻ്റെ സ്വാധീനത്താൽ നിന്നുകൊണ്ട് നമ്മൾ അതൊക്കെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ പ്രസൻറ്റിൽ അല്ല നിൽക്കുന്നത്. ആ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ ആ സമയത്ത് നിലകൊണ്ടിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു നിരീക്ഷകനെ നമ്മളിൽ വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അതങ്ങനെയാണ്. നമ്മൾ മനസ്സും അഹവും ഒക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഗുരുവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണിൻ്റെ കണ്ണും കാതിൻ്റെ കാതും മനസ്സിൻ്റെ മനസ്സും ഒക്കെ ആയിട്ട് എന്തോ നമ്മളിൽ നിലകൊള്ളും. അപ്പം നിരീക്ഷകനായി നിലകൊള്ളുന്നത് ഗുരു തന്നെയല്ലേ എന്നാണ് എന്നോട് വീണ്ടും ചോദിച്ചോടി. അപ്പോൾ ഈ നിമിഷത്തിൽ നിലകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഗുരുബോധങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അലേർട്ടാവും. കുറച്ച് ശ്രദ്ധ നമ്മളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളിലേക്ക് അറിഞ്ഞെത്താണ്. അപ്പം ഇത് ഈ ഒരു ഗുരുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ, ആ ബോധമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു മാറ്റമാണ്. അപ്പം ആ മാറ്റം നമ്മളിൽ എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സാധകൻ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? കാരണം അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ പലതിലും മനസ്സ് പിടിമുറുക്കുകയാണ് ചെയ്യുന്നത്. ആ അഹത്തിലായാലും അഹത്തിൻ്റെ ആ ഒരു സ്പർശമായാലും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എപ്രകാരമാണ് നമ്മൾ ആ നിരീക്ഷണം നടത്തേണ്ടതെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക ഒരു കുളത്തിൻ്റെ സമീപം. പെട്ടെന്ന് ഒരു കുട്ടിയുടെ മോതിരം ആ കുളത്തിലേക്ക് വീണു. എല്ലാവരും ചെളിയിൽ എല്ലാം തപ്പി ഇങ്ങനെ അവസാനം കുട്ടികൾക്കും അടുത്തിട്ട് കുറച്ച് കുട്ടികൾ പോയി. അവസാനം അവസാനം ഒരു കുട്ടി അവിടെ കുറേ സമയം നിശ്ചലനായിരുന്നു. കുറേ സമയം ആ വെള്ളത്തിൻ്റെ ഓളവും ആ ചെളിയും ഒക്കെ അടങ്ങുന്നിടം വരെ ഒന്ന് ഇരിക്കാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ പ്രകാശത്താൽ, ആ ഗുരുബോധത്താൽ അവന് ആ സ്വർണ്ണ മോതിരം
ആ കുളത്തിൻ്റെ അഗാധതയിൽ കിടക്കുന്നതാണ് ഇന്ന് കാണപ്പെട്ടത്. അപ്പോൾ മനസ്സടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമായി ഇരുന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ശാന്തമാകാനുള്ള അവസ്ഥ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ഈ ഘടകങ്ങളൊന്നും, ശരീരം തൊട്ട് അഹം വരെയുള്ള ആ ഘടകങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മളിൽ ആ നിരീക്ഷണ പാഠവം നമ്മൾ വളർത്തിയെടുത്തേക്കുന്നു. എപ്രകാരമാണ് ആ കുട്ടി ആ കുളത്തിലേക്ക് നിശ്ചേഷനായി നോക്കിയിരുന്നത്, അതുപോലെയാണ് ഗുരു നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിലേക്ക് ആ ശ്രദ്ധയിലാണ് അത്രയും ശ്രദ്ധയിലാണ് ഗുരു നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഗുരുവിലേക്ക് നോക്കാം. ആ ബോധപ്രാപ്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സത്യത്തെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കൂ. അതുവരെ നമ്മൾ പല ഞാനാണ്, ശരീരം പറയും, മനസ്സ് പറയും ഞാനാണ് ഇത് പറയും. അപ്പോൾ ഓരോ ഘടകങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ ശാന്തമായി ആ ജാഗ്രതാവസ്ഥയിൽ നിലകൊണ്ട് ആ ബോധപ്രാപ്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്കും ആ സത്യയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആ നിരീക്ഷകനായ ബോധപ്രാപ്തൻ നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവും. കാരണം നമ്മളെ ലക്ഷ്യത്തിലെത്തിയിട്ട് പിന്തിരിഞ്ഞു പോകുന്നവനാണ് ഗുരു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സത്തയുടെ അടുത്തെത്തുന്നിടം വരെ ഗുരു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ നിരീക്ഷകൻ ഗുരു തന്നെയല്ലേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഗുരുജി നമ്മളെ എപ്പോഴും ഒരേ വിഷയത്തിൽ ആ വൃത്തത്തിലെ ശൂന്യതയിലൂടെ സഞ്ചരിപ്പിക്കുകയാണ്. നിരീക്ഷകൻ, സത്ത. നമ്മുടെ മാനസിക തലത്തിൽ, മനോതലത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവമായിട്ട് മനസ്സ് നമ്മളെ ചിലപ്പോൾ കളിപ്പിക്കാറുണ്ട്. ഇപ്പം ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അവിടെ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ ആഴത്തിൽ കുറേ ചിന്തകൾ ഇട്ടിട്ടിട്ട് നമുക്കിങ്ങനെ അങ്ങനെ എന്നുള്ള ആ ഒരു ഇത് വരും. പക്ഷേ അത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വിശ്വസിച്ച് നമ്മൾ അങ്ങനെ അതിൽ സഞ്ചരിക്കും. പക്ഷേ വീണ്ടും സൂക്ഷ്മത അറിയുമ്പോഴാണ്. കാരണം അതൊക്കെ തന്നെ മനസ്സ് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് മാത്രമേ ഉള്ളൂ. കാരണം ഡീപ്പർ സുഷുപ്തി, ആ സുഷുപ്തി സ്റ്റേജിൽ അവിടെ വ്യക്തിബോധമോ ഒന്നുമില്ല. ഞാൻ എവിടെയാണ്? ആ ഗുരുബോധം എന്താണ്? കാരണം ഒന്നും അറിയുന്നില്ല. അതായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അത് നമ്മളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഗുരുജിയുടെ ഓരോ ആ ഒഴുക്കും, ഗുരുജി ചൂണ്ടുന്ന ഓരോ ആ വാക്കുകൾ വൃത്തത്തിലെ ശൂന്യതയുടെ സൂക്ഷ്മതയിലും ആ ഒരു ഒഴുക്കാണ്. കാരണം അതെന്താണ്? കാരണം അവിടെ ഗുരുജി തന്നെ പറയുന്നുണ്ട്, ആ സുഷുപ്തി അവസ്ഥയില് അഹങ്കരിക്കാനുമില്ല, അഹം കരിക്കാനുമില്ല. നമ്മുടെ പ്രമോദ്ജിയുടെ ആ ഒരു തലം, കാരണം പ്രമോദ്ജിക്ക് അറിയാൻ പറ്റുന്നില്ല പ്രമോദ്ജി അഹം കരിച്ച ഒരു തലത്തിലാണെന്ന്. കാരണം വ്യക്തിബോധം പ്രമോദ്ജിക്ക്, കാരണം അത് മനസ്സിലാകുന്നേ ഇല്ല. പ്രമോദ്ജി നിൽക്കുന്ന തലം പ്രമോദ്ജിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു തലത്തിൽ നിന്നാണ് പ്രമോദ്ജി അത് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. കാരണം തുടർക്കാരനായതുകൊണ്ട് എനിക്ക് അത്രയും ഡീപ്പറായിട്ടൊന്നും അല്ല. പക്ഷെ ഗുരുജിയുടെ ചൂണ്ടലുകൾ എപ്പോഴും ആ സത്തയിലാണ്. ബാക്കി എന്ത് മനസ്സ് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മള് ഗുരുജിയുടെ ലാംഗ്വേജ്, കാരണം ഗുരുജിയുടെ അതായത് ആ റിയലൈസ്ഡ് മാസ്റ്റർ എന്ന് പറയുമ്പോഴ് ഗുരുജിയോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിന്റെ തലത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ അവസ്ഥയില് നമ്മളുടെ അകത്ത് ആന്തരികമായി തെറ്റിദ്ധാരണകൾ മൂലമുള്ള പല ചോദ്യങ്ങളും കാണും. ആ ഒരു മാസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പോലും അറിയാതെ നമ്മൾ അത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. കാരണം അകത്ത് വച്ചിരുന്ന ആ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമായിരുന്നു. പക്ഷേ ആ മാസ്റ്ററിന് മുന്നിൽ ആ ചോദ്യവും ഉത്തരവും എല്ലാം, കാരണം ആ തെറ്റിദ്ധാരണ അവിടെ അഴിഞ്ഞു വീണു. അങ്ങനെ പല പ്രാവശ്യങ്ങളിലും ഉണ്ടാവും. കാരണം അകത്ത് വച്ചിരിക്കുന്ന ആ ഒരു ചോദിക്കാൻ അറിയില്ല, പറയാനും അറിയില്ല. പക്ഷെ ആ മാസ്റ്ററിന്റെ മുന്നിൽ അത് അഴിഞ്ഞിവിടെ. എപ്പോഴും ഗുരുജി ആ സത്തയിലും ആ നിരീക്ഷകനിലുമാണ് വിരൽ ചൂണ്ടുന്നത്.
നമ്മുടെ ഓരോ നടത്തവും ആ പരമമായ ഇതിലേക്ക് ആവാൻ ആ ഗുരുബോധം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.